ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഇക്വേഷൻസ് കണ്ടു. നമ്മൾ ക്വസ്റ്റ്യൻസ് ഏതായാലും ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെസ്റ്റിനകത്തുണ്ട്. അപ്പോൾ അത് ടെസ്റ്റിനെ ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലൈൻ നോക്കുന്നത് അതിനകത്ത് പേജ് നമ്പർ എടുത്തായിട്ട് എന്താ അറിയില്ല, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇതാണ്: The terms in two positions of some arithmetic sequence are given below. Write the first 5 terms of each. അതിനകത്ത് ആദ്യത്തെ 5 ടേമിൻ്റെ സീക്വൻസ്, 5 ടേം ആയിട്ടുള്ള സീക്വൻസ് എഴുതാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 ടേംസ് ആയിട്ടുള്ള സീക്വൻസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് 5 ടേംസ് വെച്ച് ഇത് എഴുതണം. ക്വസ്റ്റ്യൻ സീക്വൻസ് പ്രിപ്പയർ ചെയ്യണം. അതാണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. തേർഡ് ടേം 34, തേർഡ് ടേം 34 ആണ്. സിക്സ്ത് ടേം 67 ആണ്. ഇത് രണ്ടെണ്ണമാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ 5 ടേംസ്, ആദ്യത്തെ 5 ടേംസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 2 ടേംസ് വന്നിട്ടുണ്ട്, തേർഡ് ടേമും സിക്സ്ത് ടേമും. നമ്മുടെ കോമൺ ഡിഫറൻസിനകത്ത് നമ്മൾ കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഡി ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു xm minus xn divided by m minus n. ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? xm 67 minus 34 divided by 6 minus 3 which is equal to, ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 33 divided by 3, therefore 11. കോമൺ ഡിഫറൻസ് 11 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് അപ്പോൾ 11 കിട്ടി. അപ്പോൾ ഈ 11 വെച്ച് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആദ്യത്തെ 5 ടേംസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കിട്ടിയെങ്കിൽ പിന്നീട് കോമൺ ഡിഫറൻസ് 11 ആണ്. അത് സിക്സ്ത് ടൈമും തേർഡ് ടൈമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 11. അത് നമ്മളങ്ങ് എഴുതി വെച്ചു, ഡി 11 ആണ്. പിന്നീട് എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ തേർഡ് ടൈം ഉണ്ട്. തേർഡ് ടൈം എത്ര ആണ് വന്നിരിക്കുന്നത്? തേർഡ് ടൈം 34. ഈ തേർഡ് ടൈം കിട്ടിയത് എങ്ങനെയാണ്? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഈ ഇക്വേഷൻ വെച്ചാണ് 34 കിട്ടിയത്. എ നമുക്കറിയത്തില്ല, ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. എൻ എന്നുള്ളത് 3 ആണ്, ഡി എന്നുള്ളത് 11 ആണ്. നമ്മളിപ്പോൾ ചെയ്തപ്പോൾ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ കയ്യിലുള്ള 3 എന്നുള്ളത് ഡി 11 എന്നുള്ളത് ഇട്ട് കൊടുക്കുന്നു. എ പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 34 ചെയ്യുമ്പോൾ എ പ്ലസ് 2 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 34. എ ഈസ് ഈക്വൽ ടു 34 മൈനസ് 22 ചെയ്യുമ്പോൾ 22 കിട്ടും. അത് നമ്മൾ പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ കിട്ടുന്നത് എ ഈസ് ഈക്വൽ ടു ഇതാണ്. എ ഈസ് ഈക്വൽ ടു 34 മൈനസ് 22 ഈസ് ഈക്വൽ ടു 12 ആണ് ഫസ്റ്റ് ടൈം. എ എന്നുള്ളത് ഫസ്റ്റ് ടൈം കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനോ തേർഡ് ടൈം കണ്ടുപിടിക്കാനോ അങ്ങനെ 5 ടൈം കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. അപ്പോൾ അതിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതുകയാണ്. ഫസ്റ്റ് ടൈം 12, സെക്കൻഡ് ടൈം എന്താണ്? സെക്കൻഡ് ടൈം 12 പ്ലസ് 11 വിച്ച് ഈസ് ഈക്വൽ ടു 23. തേർഡ് ടൈം 23 പ്ലസ് 11 ഈസ് ഈക്വൽ ടു 34. ഫോർത്ത് ടൈം 34 പ്ലസ് 11 ഈസ് ഈക്വൽ ടു 45. നെക്സ്റ്റ് ടൈം 56. ഇങ്ങനെയാണ്
ആ സീക്വൻസ് പോകുന്നത്. ഓക്കെ, 12, 23, 34, 45, 56. ഫസ്റ്റ് 5 ടൈംസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ തേർഡ് ടൈം 43, സിക്സ്ത് ടൈം 76. ടൈംസിൻ്റെ നമ്പർ മാറി വേറെ എല്ലാം ഉണ്ടോ നോക്കാം. And the fourth question. Fourth time 2. Seventh time 3 1. അപ്പോൾ ഇത് എന്തായാലും ഒരു ഫ്രാക്ഷൻ ആണ്. കാരണം എന്ന് വെച്ചാൽ ടേംസ് തന്നെ ഉണ്ടല്ലേ, അപ്പം 2 ഉം 3 ഉം വന്നു. ഡിഫറൻസ് എന്ന് വെച്ചാൽ 4 ഉം 7. ഫോർത്ത് ടൈമും സെവൻത്ത് ടൈമും ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻസ് ആയിരിക്കും എന്തായാലും വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു xm minus xn by m minus n. നമ്മൾ ഇക്വേഷൻ എഴുതുന്നില്ല, ഇതങ്ങ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. 3 minus 2 divided by 7 minus 4 which is equal to 1/3. 1/3 എന്നുള്ളത് കോമൺ ഡിഫറൻസ് കിട്ടി. ഫോർത്ത് ടൈം ഉണ്ട്, സെവൻത്ത് ടൈം ഉണ്ട്. ഇത് വെച്ച് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? a plus n minus 1 into d. a നമുക്കറിയത്തില്ല, a plus n എന്നുള്ളത് 4 ഇട്ട് കൊടുക്കാം. 4 minus 1 into d എന്നുള്ളത് 1/3 which is equal to 2. ചെയ്ത് വരുമ്പോൾ a plus 3 into 1/3 is equal to 2. a is equal to 2 minus 1. ഇവിടെ കട്ടായി പോകും, 3 കട്ടായി പോകണ്ടായുള്ളൂ. അതുകൊണ്ട് ഇവിടെ 1 അപ്പുറത്ത് പോകുമ്പോൾ -1 which is equal to a is equal to 1 കിട്ടും. അപ്പോൾ a 1 എന്ന് കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് 1/3 എന്നും കിട്ടി. അപ്പോൾ അതിൻ്റെ 5 ടൈംസ് എഴുതാൻ എന്ത് എളുപ്പമില്ലേ. ഫസ്റ്റ് ടൈം 1 ആണ്, സെക്കൻഡ് ടൈം അതിൻ്റെ കൂടെ 1/3 കൂട്ടണം, തേർഡ് ടൈം അതിൻ്റെ കൂടെ പിന്നെയും 1/3 കൂട്ടണം, ഫോർത്ത് ടൈം അതിൻ്റെ കൂടെ പിന്നെയും 1/3 കൂട്ടണം. 1 ആൻഡ് 1/3 നമ്മൾ 2 ആവും ഫോർത്ത് ടൈം. അപ്പോൾ ഫിഫ്ത്ത് ടൈം അതിൻ്റെ കൂടെ പിന്നെയും 1/3 കൂട്ടണം. അങ്ങനെ 1/3 കൂട്ടി പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് ടൈം 1 ആൻഡ് 1/3, തേർഡ് ടൈം 1 ആൻഡ് 2/3, ഫോർത്ത് ടൈം 2, ഫിഫ്ത്ത് ടൈം 2 ആൻഡ് 1/3. ഇങ്ങനെയാണ് ആ ടൈംസ് പോകുന്നത്. ഇതാണ് കോമൺ ഡിഫറൻസ് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. In the table given below, some arithmetic sequences are given in two numbers against each. Check whether each belong to the sequence or not. ആ സീക്വൻസിലാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. സീക്വൻസ് 11, 23, 33 അങ്ങനെയുള്ള സീക്വൻസ് ആണ് പോകുന്നത്. അതിനകത്ത് 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, 123 132. ഇത് രണ്ടും ഈ സീക്വൻസിലെ നമ്പേഴ്സ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സീക്വൻസിലെ നമ്പേഴ്സ് ആണോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് a plus n minus 1 into d is equal to ആ നമ്പർ കൊടുക്കുക 123. വേണം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 123 132 ഒരുമിച്ച് ചെയ്യാം. പറ്റില്ല. a plus n minus 1 into d which is equal to, അല്ലെങ്കിൽ ഇതിന് വേണ്ടി നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം, ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാം. അതാകുമ്പോൾ എളുപ്പം നമുക്ക് ഇട്ട് നോക്കിയാൽ മാത്രം മതിയല്ലോ. a എന്നുള്ളത് 11 ആണ്. 11 plus n minus 1 into കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പോൾ 11 plus 11n minus 11 which is equal to 11n. 11n എന്നുള്ള സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ആൽജിബ്രിക് എക്സ്പ്രഷൻ 11n എന്ന് കിട്ടി. അപ്പോൾ ആ ഒരു ഇത് ഇട്ട് കൊടുക്കാം. ആൽജിബ്രിക് എക്സ്പ്രഷൻ വെച്ച് നമ്മൾ നമ്പേഴ്സിനെ ചെയ്ത് നോക്കുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും റിമൈൻഡർ 0 ആവും, അല്ലെങ്കിൽ ഡിവിഷൻ വരാതെ നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കണം, ഫ്രാക്ഷൻ ഉണ്ടാവാത്ത നമ്പർ ആണ് എങ്കിൽ അത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ ടേം ആണെന്ന് പറയാം. ടേം ഒരിക്കലും ഒരു പോയിന്റ് വരുന്ന സംഖ്യ ആകത്തില്ലല്ലോ. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം അങ്ങനെയല്ല പോകത്തുള്ളൂ. ഇതിൽ 1.1 ടൈം അങ്ങനെ വരത്തില്ല. എന്തായാലും ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ 11n is equal to 123. 123 ഇനി n is equal to 123 divided by 11. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11.2 സംതിങ് കിട്ടും. 11.2 സംതിങ് കിട്ടും. അതുകൊണ്ട് തന്നെ അതൊരു ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ 11, 23, 33 എന്ന് പോകുന്ന അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. അടുത്ത നമ്പർ കൊടുത്തേക്കുന്നത്
132 നോക്കാം. 132 നോക്കുമ്പം 11 is equal to 132. 132 divided by 11 which is equal to 12. 12 വന്നിട്ട് 132 ടൈം ആണ് 12 വന്നിട്ട് എന്നാ 11 1 ബാലൻസ് 2 2 ടൈംസ്. അപ്പോൾ 12th ടൈം ആണ് 322 എന്നുള്ളത് അതിൻ്റെ ഒരു ടൈം ആണ്. പക്ഷെ 123 എന്നുള്ളത് ആ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടൈം അല്ല. അത് നമുക്ക് ആൽജിബ്രിക് എക്സ്പ്രഷൻ വെച്ച് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൽജിബ്രിക് എക്സ്പ്രഷൻ ചെയ്തിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ആണ്. 8th ടൈം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഇസ് 12 ആൻഡ് ഇറ്റ് 12th ടൈം ഇസ് 8. കൊള്ളാം. എന്തായാലും 8th ടൈം 12 ആണ്, 12th ടൈം 8 ആണ്. അപ്പോൾ അതിനൊരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കും. ആൽജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് വെച്ച് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്ന കോമൺ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് D is equal to ഫസ്റ്റ് 8th ടൈം 12, 12th ടൈം 8 ആണ്. അപ്പോൾ 12 minus 8 divided by 8 minus 12. ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ച് 8 minus 12 divided by 12 minus 8 ഇത് രണ്ടും ഒരേ ആൻസർ തന്നെ എന്തായാലും കിട്ടും. 12th ടൈം 8 ആണ്, 8th ടൈം 12 ആണ്, 12th ടൈം 8 ആണ്. ഓക്കെ, 8th ടൈം 12 ആണ്, 12th ടൈം 8 ആണ്. ചെയ്യുമ്പോൾ 4 by minus 4 which is equal to minus 1. -1 ആണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് -1 കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? a plus n minus 1 into d is equal to 8th ടൈം അല്ലേ 12. അപ്പോൾ നമുക്ക് 12 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് എന്നുള്ളതിന് 8 എന്ന് കൊടുക്കാം. 8 കോമൺ ഡിഫറൻസിൻ്റെ അവിടെ എത്രയാണ്? -1. അപ്പോൾ ചെയ്യുമ്പോൾ a plus 7 into -1 which is equal to a minus 7 is equal to 12. a is equal to 12 plus 7 which is equal to 19. a 19 എന്ന് കിട്ടി. a 19 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് -1 എന്ന് കിട്ടി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ആൽജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ അതുപോലെ തന്നെ ഇക്വേഷൻ ചെയ്ത് കൊടുക്കുന്നു. a plus n minus 1 into d. ആ ഇക്വേഷൻ ആക്കട്ടോ n ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും വാല്യൂ ഇട്ട് കൊടുക്കുന്നു. a plus n minus 1 into d which is equal to ആൽജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് n ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഇട്ട് കൊടുക്കും, വാല്യൂ ഇട്ട് കൊടുക്കുന്നു. എയുടെ വാല്യൂ എത്രയായിരുന്നു? 2 plus 7 19 അല്ലേ? 19 ആയിരുന്നല്ലോ. 19 പ്ലസ് n അറിയത്തില്ല, n minus 1 നമുക്ക് അതുകൊണ്ട് ഇടുന്നു. കോമൺ ഡിഫറൻസ് അറിയാം -1 which is equal to 19 പ്ലസ് ബ്രാക്കറ്റിനകത്ത് ഇടുവാണ് -n പ്ലസ് 1. രണ്ട് മൈനസ് ആണ് അവിടെ +1. ഓക്കെ, ഇനി ഇവിടെ 19 മൈനസ് n പ്ലസ് 1 ഈക്വൽ ടു 20 മൈനസ് n. 20 മൈനസ് n എന്നാണ് അതിൻ്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ. നമുക്ക് അത് ശരിയാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8th ടൈം ഒന്ന് കണ്ടുപിടിക്കാം. 8th ടൈം കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് ഇപ്പോൾ 8th ടൈമാണ് വെച്ചത്. അപ്പം 20 മൈനസ് 8 അപ്പം n എന്നുള്ള 8 ആണ്. ഇപ്പോൾ 12 കിട്ടി. ഇപ്പോൾ 12th ടൈം കണ്ടുപിടിക്കാനായിട്ട് 12 ഇട്ട് കൊടുക്കാം. 20 മൈനസ് 12 ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. അപ്പോൾ അത് ഇത് വെച്ച് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ വെച്ച് അത് കറക്റ്റാണ്. ഓക്കെ, പിന്നീട് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്തായാലും പിന്നീട് സമ്മിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് 3 arithmetic sequence with 30 as sum of first 5 terms. ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ് 30 ആവുന്ന രീതിയിൽ ഒരു 3 അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് പല ഇത് വെച്ച് കൊടുത്താൽ മതി. നമുക്കതിനെ അരിത്തമാറ്റിക് സീക്വൻസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെടുക്കാം, എക്സ് എന്ന് എടുക്കാം. എക്സ് +1 x+2 അങ്ങനെ എടുത്ത് അതിൻ്റെ സം എന്നുള്ളത് 30 എന്ന് വെക്കാം. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് അങ്ങനെ വെച്ച് ചെയ്യാവുന്നതാണ്. 5 ടൈംസ് n is equal to n/2 into 2a plus
n minus 1 into d. ഇക്വേഷൻ അത്ര എസ് എൻ നമുക്കറിയാം. എസ് എൻ 30 കിട്ടുന്ന രീതിയിലായിരിക്കണം. ഫസ്റ്റ് 5 ടേംസിൻ്റെ ആയിരിക്കണം. ഇൻറ്റു നമുക്ക് എ അറിയത്തില്ല, എ അത് കൊടുക്കണം. പ്ലസ് എൻ നമുക്കറിയാം, എൻ 5 ടേംസിൻ്റെ ആണ്. 5 മൈനസ് 1 കോമൺ ഡിഫറൻസ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഏത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ 30 ഈസിക്കൽ ടു അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ കിട്ടും. ആ ആൽജിബ്രിക് എക്സ്പ്രഷൻ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5a പ്ലസ് ഇവിടെ 4 ആവുമല്ലോ, 4d ആവുമല്ലോ. 5 into 4 by 2d which is equal to 5a plus 2 ക്യാൻസൽ ചെയ്താൽ 5 വന്നത്. 5 minus 1 ആണ് 4. 4 into 5 divided by 2 into d. d നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് 5a പ്ലസ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 10d എന്ന് കിട്ടും. ഇത് നമ്മൾ കോമൺ ആയിട്ട് എടുത്ത് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ 30 ഈസിക്കൽ ടു എ പ്ലസ് രണ്ടിടത്തും കോമൺ ആയിട്ട് വെട്ടിക്കളയാം. അപ്പോൾ 2d എ പ്ലസ് 2d അത് അപ്പുറത്തോട്ട് പോകുമ്പം ഡിവൈഡ് ബൈ 5 എന്ന് വരും. നമുക്കത് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതേ വേണ്ട, നമുക്കിത് വെച്ച് ഒരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇത് വെച്ച് പോകുമ്പം ഇതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് വെട്ടിക്കളയാം. കോമൺ ആയിട്ട് വെട്ടിക്കളയുമ്പം എ പ്ലസ് 5d ഈക്വൽ 6 ആ ഒരു സീക്വൻസ് നമുക്ക് കിട്ടി. എന്ന് വെച്ചാൽ സിക്സ്ത് ടൈം 6 ആയിട്ടുള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് നമുക്കിത് വെച്ച് ചെയ്യാം. ഇത് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫസ്റ്റ് ടൈം എല്ലാം കൊടുക്കാം. ഫസ്റ്റ് ടൈം നമുക്ക് ഇഷ്ടമുള്ളൊരു ഫസ്റ്റ് ടൈം കൊടുക്കാം. മനസ്സിലാ? ഫോർ നേരിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്ത് എനിക്ക് ശരിയാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് അതൊന്നും കൂടി ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 ഇവിടെ 2d അല്ലേ വരുന്നത്? 2d ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 4 അപ്പുറത്ത് പോകുമ്പോൾ -4 2 ഈസിക്കൽ ടു 2d എന്ന് വരും. d ഈസിക്കൽ ടു 1 എന്ന് വരും. അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ വെച്ചങ്ങ് ചെയ്യാം. ഇവിടെ ചെയ്യുമ്പോൾ വരുന്നത് 30 ഈസിക്കൽ ടു 5a പ്ലസ് 10d. നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു തുടക്കം എ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കോമൺ ഡിഫറൻസോ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എയോ ഡിയോ ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുക്കാം. എന്നുള്ളത് 4 എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ ഡിഫറൻസ് ഒരു 5 ഇട്ട് കൊടുക്കാം. കോമൺ ഡിഫറൻസ് 5 ഇട്ട് കൊടുക്കുമ്പോൾ 30 ഈസിക്കൽ ടു 5a പ്ലസ് 10 into 5 10 into 5 കോമൺ ഡിഫറൻസ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത് 30 ഈസിക്കൽ ടു 5a പ്ലസ് 50. ഇത് ചെയ്യുമ്പം 30 minus 50 is equal to 5a, which is equal to minus 20 is equal to 5a. a is equal to minus 20 by 5, which is equal to minus 4. minus 4 a ആയിട്ട് വരുന്ന ഒരു സീക്വൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. -4 അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 5 ആയിട്ട് വരുമ്പം ഇത് രണ്ട് 5 1 6 11 16 21 ഇത്രയും സീക്വൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് പറ്റും. -4 ആണ് നമ്മുടെ എ. നമ്മളങ്ങനെ കോമൺ ഡിഫറൻസ് ആയിട്ട് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് വേറെ വേറെ സീക്വൻസ് ഉണ്ടാക്കാം. -4 1 6 11 16 ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കാം. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ
ഇവിടെ നിന്ന് കൂട്ടാം. 27 plus 6 33 33 plus 1 34 34 minus 4 30. ഈ ഒരു സീക്വൻസിൽ നമുക്ക് ഇത് തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് മാറ്റി കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു എ കിട്ടും. എ അനുസരിച്ച് നമുക്കൊരു സീക്വൻസ് അത് വെച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കോമൺ ഡിഫറൻസ് വെച്ചും ചെയ്യാൻ പറ്റും. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് കടന്ന് നോക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് 2 5 അതാണ് എഴുതുന്നത്. 10 30 60 90 21. ഓക്കെ, ഇതിൻ്റെ അരിത്തമാറ്റിക് സീക്വൻസ് കോമൺ ഡിഫറൻസ് 3 ആയിട്ട് വരുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ് ഇത്. ഇതിൻ്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സം ഓഫ് 102 ടൈംസ് 102 ടൈംസിൻ്റെ സം കണ്ടുപിടിക്കും. ഓക്കെ, അല്ലെങ്കിൽ പോട്ടൊരു 506 506 ടൈംസിന് സം കണ്ടുപിടിക്കും. ഓക്കെ, 506 ടൈംസിന് സം. യെസ്, 506 is equal to n by 2 into 2a plus n minus 1 into t. ഇതാണ് സമ്മണ്ടറിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ 506 ആണ് നമ്പർ ഓഫ് ടൈംസ്. 506 divided by 2 into ഫസ്റ്റ് 10 into 10 പ്ലസ് എന്നുള്ളത് 506. അപ്പോൾ 506 minus 1 into കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനകത്ത് വരുന്നത് 3 ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, which is equal to 253 into 20 plus 505 into 3, which is equal to 1509, which is equal to 253 into 1529, which is equal to നോക്കുമ്പം 1,000 ഒരു ജപ്പാനീസ് സ്റ്റൈല്. അതൊക്കെ നല്ല രീതിയിൽ നോക്കണേ. അതൊക്കെ ചെയ്യാം. ഒരു key 253 multiplied into 1529, which is equal to 3,86,837. ഇത്രയാണ് അതിൻ്റെ ഒരു സം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്പർ ഓഫ് ടൈംസ് ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് ഇത്ര സാധനമാണ് എൻ എ ഡി. ഈ 3 സാധനമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഇതിൻ്റെ സമ്മ നമ്പർ ഓഫ് ടൈംസിൻ്റെ സമ്മ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു കാര്യം വെച്ച് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സെയിം കാര്യം വെച്ച് കോമൺ ഡിഫറൻസ് 3 ആണ്, ഫസ്റ്റ് ടൈം 10 ആണ്. ഫസ്റ്റ് ടൈം 10 കോമൺ ഡിഫറൻസ് 3 506 ടേംസിൻ്റെ സമ്മ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം ചെയ്ത് നോക്കാം. Sn ഈസ് ഈക്വൽ ടു നമ്മൾ ഇതിനകത്തുള്ള കാര്യം മാത്രം n ഒഴികെ ബാക്കിയുള്ളതിലായിട്ട് ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന n by 2 into 2 into 10 into plus n അറിയത്തില്ല n minus 1 into
ഡി എന്നുള്ളത് 3 ആണ്. ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു 20 പ്ലസ് 3n മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു 17 പ്ലസ് 3n വിച്ച് ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 17n by 2 പ്ലസ് 3n സ്ക്വയർ എന്നൊരു ഇക്വേഷൻ കിട്ടും. n സ്ക്വയർ ബൈ 2 ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ഈ എന്നിൻ്റെ വാല്യൂ 506 ഒന്ന് ഇട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ചെയ്ത് നോക്കുമ്പം 17 into 506 divide by 2 plus 3 into 506 into 506 divided by 2. ഇതാണ് ഒരു one second. Command 70 into 506 3 into 506 into 506 സംതിങ് റോങ്. എന്തോ ഒരു മിസ്റ്റേക്ക് ഇടയ്ക്ക് എവിടെ പറ്റിയത് പോലെ തോന്നുന്നു. ഫസ്റ്റ് ടൈം അതാണ് 17 എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഫോണിലൊന്ന് ചെയ്ത് നോക്കാം. 1 സെക്കൻഡ് പോസ് ചെയ്യാം. മുമ്പ് ചെയ്ത ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഈ ആൻസർ അല്ല, ഇത് മൾട്ടിപ്ലൈ ചെയ്തതിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ അത് കിട്ടുന്നത് 3,88,000 355. ഇതാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ആൻസർ കിട്ടുന്നത്. നേരത്തെ ചെയ്തപ്പോൾ ജസ്റ്റ് മിസ്റ്റേക്ക് എന്തോ പറ്റിയതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലൊരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ട് എന്നിൻ്റെ ടൈം എന്നെ എത്രയാണെന്ന് വെച്ചാൽ അതങ്ങ് ഇട്ട് കൊടുക്കുക മാത്രം ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്നുള്ളത് 17n plus 3n square divided by 2. ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന രീതിയിൽ നമുക്ക് തിരിച്ചെഴുതി വെക്കാം. 3n square plus 17n by 2 എന്ന രീതിയിൽ എഴുതി വയ്ക്കാം. ഓക്കെ.